ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഭാര്യ വീട് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഈവനിങ് വാക്കിനായിട്ട് പോവുകയാണ്. നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളും പച്ചപ്പിൻ്റേതായിട്ടുള്ള ഈ കാഴ്ചകൾ ഒന്ന് പകർത്തിക്കളയാമെന്നാണ് ഇപ്പം എൻ്റെ തീരുമാനം. അപ്പോൾ തന്നെ നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഈ പോകുന്ന വഴിക്ക് റോഡിന് ഇരുവശവുമുള്ള നാട്ടുവഴിയോരത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വൈഫേഴ്സിനടുത്തുള്ള കുറേ സ്ഥലങ്ങളിലെ വീഡിയോ കാഴ്ചകളൊക്കെയാണ്. ഞാൻ വൈഫിൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ശരിക്കും പോകുന്നത്. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും അവിടെ ഒരു LP സ്കൂളുണ്ട്. കോട്ടപ്പടി സൗത്ത് LP സ്കൂൾ എന്നാണ്, ഗവൺമെൻറ് കോട്ടപ്പടി സൗത്ത് LP സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. 5ാം ക്ലാസ് വരെ മാത്രമേ ഇവിടെ ക്ലാസ്സുകളുള്ളൂ. അതിൻ്റെ ആ ഒരു സൈഡിലെ ചുവരുകളൊക്കെ അടിപൊളിയുള്ള നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടികളൊക്കെ ആകർഷിക്കുന്ന വിധത്തിലൊക്കെയാണ് അടിപൊളിയായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ കഴിഞ്ഞ് ഞാൻ പതുക്കെ താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഒരു വൈബ്. കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങിലോട്ട് അവിടെ ചെറിയ തോടുണ്ടായിരുന്നു, ഞാൻ ആ തോട് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുപോലത്തെ ഉള്ള തോടുകളാണ് നമ്മുടെ നാടിൻ്റെ ശരിക്കുമുള്ള ഒരു ജീവനാഡി എന്ന് തന്നെ പറയാം. മുമ്പോട്ട് വരുമ്പോഴത്തേക്കും കുറേ ജാതി മരങ്ങളും അതുപോലെ കുറേ തേക്ക് അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ ഉള്ള കുറേ പുരയിടങ്ങളുടെയൊക്കെ കാഴ്ചകളാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അടിപൊളി നല്ല പച്ച നിറത്തിലുള്ള ആ ഒരു കാഴ്ചകൾ നമുക്ക് ശരിക്കും നല്ല ഒരു അനുഭൂതിയാണ് ശരിക്കും. ഈ പ്രത്യേകിച്ചും ഈ വൈകുന്നേര സമയമാണ്, ചെറിയതായിട്ടുള്ള മഴക്കാറുമുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഈ ഒരു പുരയിടത്തിൻ്റെ കാഴ്ചകളിലേക്ക് വരുമ്പോഴത്തേക്കും മുഴുവൻ ജാതി മരങ്ങൾ നിൽക്കുന്ന കാഴ്ചകളാണ്. ഈ ഒരു പ്രദേശം ശരിക്കും കർഷകരായിട്ടുള്ള ആൾക്കാരുടെ തന്നെ ഇത് തൊട്ട് എതിർവശത്തായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴയാണ് കൃഷി. എന്നിരുന്നാലും ടിഷ്യൂ കൾച്ചർ ആയിരുന്നാലും അത് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മലയാളികൾ കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ വളരെ കുറവായിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. കുറച്ച് മുമ്പോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചയാണ്. എങ്ങനെയായാലും ഈ ഒരു പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി റബ്ബറിൻ്റെ തന്നെയാണ്. എല്ലാ റബ്ബറും ഈ മഞ്ഞുകാലത്തിൻ്റെ ആയിട്ടുള്ള ഇല ഒക്കെ പൊഴിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചകൾ. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കിടയിലൂടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ കാലത്ത് കുറേ വീടുകളുടെ കാഴ്ചകളുണ്ട്. പക്ഷേ ഏതായാലും എനിക്ക് ആ കാഴ്ചകളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഏതായാലും ഈ റോഡ് സൈഡിലെ കാഴ്ചകൾ മാത്രം പകർത്തിക്കൊണ്ടാണ് എൻ്റെ യാത്ര. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൃഷി ഓരോ പുരയിടത്തിലും ഉണ്ടെന്നുള്ളത് വളരെ ഒരു രസകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം എല്ലാവരും കൃഷിയോട് നല്ലൊരു പ്രതിപത്തി ഇപ്പോൾ കാണിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഇത്. ശരിക്കും ഒരു ഈ നടുക്ക് നിൽക്കുന്നത് ശരിക്കും ഒരു കൈതക്കാടാണ്. കൈത എന്ന് നമ്മൾ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും. പണ്ട് ശരിക്കും പ്രദേശത്തെ തോടുകളുടെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. ഒരു ചെറിയൊരു കൈതക്കൂട്ടങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് മുഴുവൻ ഒരു വയലിൻ്റെ, അതായത് നെൽവയലിൻ്റെ കാഴ്ചകളൊക്കെയാണ്. ഇപ്പോൾ ഇത് മുഴുവൻ തരിച്ചിട്ടിരിക്കുകയാണ്. ഒരു 25-30 കൊല്ലം വരെ നന്നായിട്ട് പരിപാലിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. 3 പൂവും കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ കാലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ശരിക്കും അവിടെ പണിയാൻ ആൾക്കാരില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പാടശേഖരങ്ങളെല്ലാം ഇങ്ങനെ. കാരണം എങ്ങനെ വന്നാലും ഒരു വർഷം നല്ലൊരു ശതമാനം നെൽകൃഷി നടത്തിക്കൊണ്ടിരുന്ന ഒരു പാടശേഖരങ്ങളുടെ കാഴ്ചയാണ് ഈ മാതിരി തരിച്ചു കിടക്കുന്നത്. എന്നാലും ഇതിപ്പോൾ വീണ്ടും ആ പഴയ ഓർമ്മയിൽ കൃഷി ഇറക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടെന്നുള്ള ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ പോകുന്നത് ഒരു തോടാണ് ഇതിൻ്റെ നടുക്കൂടെ. അപ്പോൾ അതിൻ്റെ അങ്ങേ സൈഡിലായിട്ട് കുറച്ച്
സ്ഥലത്ത് കൃഷിയുണ്ട്. എപ്പോഴും അടിപൊളി തോട്, നല്ല ശുദ്ധമായ വെള്ളം, ഇതൊക്കെ ഉണ്ട്. ഏറ്റവും കൃഷിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ ചെയ്തുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് സ്ഥലത്ത് കൃഷിയുണ്ടെന്നുണ്ട്. ആ സ്ഥലത്തെ കാഴ്ചകൾ, അവിടെയൊക്കെ നെല്ല് കതിരിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് അപ്പോൾ വലിയ താമസിക്കാതെ ഏകദേശം 1 മാസത്തിനുള്ളിൽ അത് കൊയ്തെടുക്കാം. ഏതായാലും ഞാൻ ആ പാടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോന്നു. അപ്പോൾ അത് ഒരു പുഴയിടത്തിൽ നിറച്ച് റബ്ബർ തോട്ടങ്ങൾ, അതായത് പുതിയതായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ, നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രസകരമായിട്ടുള്ള ഗ്രാമവീഥികളും കൂടിയാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു റോഡിൽ ശരിക്കും ചെമ്മൺ പാതയായിരുന്നേനെ. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്തേക്ക് വരുമ്പോഴത്തേക്കും അതിലൊക്കെ ശരിക്കും ടാറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ശരിയാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ ആ മെയിൻ റോഡിലേക്ക് കിടന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് അസ്തമയ സൂര്യൻ്റെ കാഴ്ചകൾ, അത് ആ വയലുകൾക്കിടയിലൂടെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം കാണിച്ചു തന്ന പോലെ കുറച്ച് ധരിച്ചിട്ടിരിക്കുന്ന വയലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് നെൽകൃഷിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലൂടെ ആ അസ്തമയ സൂര്യൻ്റെ ഒരു കാഴ്ചകൾ, നല്ല രസകരമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള ആ സൂര്യഭഗവാന്റെ കാഴ്ചകൾ അടിപൊളിയാണ്. ഇത് വീണ്ടും അതേപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തരിശായി കിടക്കുന്ന നെൽവയലുകളുടെ കാഴ്ചയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലായ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഇഷ്ടം പോലെ വയലുകളിൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ, ഞാൻ ആ പ്രദേശത്തോടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു വിഷമമാണ്. നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ ഇതായിപ്പോയല്ലോ, പണിയ നാട്ടിലാണ്ട് വന്ന ഒരവസ്ഥ. ശരിക്കും നേരത്തെ ഉണ്ടായിരുന്നവർ കുറേ പേരൊക്കെ കാലയവരെയൊക്കെ മറിഞ്ഞു, കൃഷി ചെയ്തുകൊണ്ടിരുന്നവർ. അല്ലെങ്കിൽ കുറേ ബാക്കിയുള്ളവർക്ക് തന്നെ ചെയ്യാനുള്ള ആരോഗ്യം ക്ഷയിച്ചു. പക്ഷേ പുതിയ തലമുറ, ഏറ്റവും നമുക്ക് വിഷമമുണ്ടാകുന്നത് പുതിയ തലമുറ കാര്യങ്ങളോട് താല്പര്യം കാണിക്കില്ല എന്നുള്ള ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു ചിന്തകളിലൂടെ ഞാൻ നടന്നു വരുമ്പോഴും ഞാൻ ഏകദേശം തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്നുള്ള ആണ് ഇപ്പോൾ ഞാൻ വരുന്നത്. അപ്പോൾ ആ സൈഡിലുള്ള ആ സ്കൂളിൻ്റെ മതിലുകളിലും നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടികളെ ആകർഷിക്കത്തക്ക വിധത്തിലൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ യാത്രയും അങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.